ഹലോ. അപ്പോഴേ ഇന്ന് നമ്മുടെ കടയിലേ ഉച്ചയൂണിന് പുളിയിഞ്ചിയും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ പല നാട്ടിലും പല രീതിയിലാണ് പുളിയിഞ്ചി വെക്കണത്. ഞങ്ങളുടെ കടയിൽ വെക്കണ പുളിയിഞ്ചി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ തലേ ദിവസം ഉണ്ടാക്കി വെക്കണം, എന്നാലേ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈകുന്നേരം എപ്പോഴും ഞാൻ ഈ ഒരു പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് മുതിർന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ പച്ചക്കറിക്കാരനോട് 1/2 കിലോ ഇഞ്ചി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ഇഞ്ചിയാണ് കൊണ്ടുവന്നത്. ഇവിടുത്തെ ചേച്ചിയും പോയി, എൻ്റെ അനിയത്തിയും പോയി. ചെയ്യാൻ ആളില്ല, ഒറ്റയ്ക്ക് പാട്ടും പാടി ഞാനിവിടെ നിന്ന് ചെയ്യിക്കൊണ്ടിരിക്കണേ. അങ്ങനെ പാടി പാടി ഇഞ്ചിയുടെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കഴുകി എടുത്തോട്ടെ. അപ്പോൾ ഇത് നമ്മൾ പൊടിപ്പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പോണേ. ചോപ്പറില്ലാന്ന് വിചാരിച്ചിട്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, പുളിയിഞ്ചി ഉണ്ടാക്കിക്കോട്ടെ. നമ്മുടെ മിക്സർ ജാറിലേക്ക് ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി, പൊടിപ്പൊടിയായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേ നമ്മളുടെ ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൈ അങ്ങോട്ട് പോഞ്ഞിട്ടും അല്ല, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി കഴിക്കാമല്ലോ. അടുത്ത ഐറ്റം കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, കുറച്ച് പച്ചമുളക് അധികം തന്നെ വേണം. പച്ചമുളകും ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ആയപ്പോഴേ കൈയുടെ അവസ്ഥ നോക്കിക്കേ. പോട്ടെ. ഇനി വേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊരു 3-4 പീസ് മതി കേട്ടോ. വെളുത്തുള്ളിക്ക് വില കൂടിയത് കൊണ്ടിട്ടല്ല, അത്രയും മതി. അതുകൊണ്ടിട്ടാണ്. ഇതേ കുറച്ച് വറ്റൽമുളകും കൂടി കഷ്ണിച്ചിട്ടിട്ടുണ്ട്. ഇനി വേണ്ടതേ കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് കറിവേപ്പിലൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയത് വാടിക്കൊലഞ്ഞ കറിവേപ്പിലയാണ്. അതും ഊരി അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ദുചൂടൻ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉരുളി വെച്ച് കൊടുത്ത് ഒന്ന് കത്തിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉരുളി ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് മെയിൻ സാധനം കടുകും, അതേപോലെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പൊട്ടി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും മറ്റേ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഇഞ്ചി, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഇഞ്ചിയും വറ്റൽമുളകും എല്ലാം കൂടി അങ്ങനെ കിടക്കണം കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല, ഈ ഒരു വറുത്ത് വരുമ്പോഴേ എന്ത് മണമാണെന്നറിയാം. എന്ത് മണമല്ല, നല്ല മണം കേട്ടോ. ഇതെല്ലാം കൂടി വറുത്തപ്പോൾ കാണാനും ഭംഗിയുണ്ടല്ലേ. ഇത് വറുത്ത് വരാൻ കുറേ താമസം പിടിക്കും. ഇഞ്ചി ഒരു കിലുകിലുകിലെന്ന് ഒച്ചേക്കണ വരെ നമുക്ക് വറുക്കണം കേട്ടോ ഇത്. അപ്പം ഇതും വറുത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, പെട്ടെന്ന് പെട്ടെന്ന് പണി തരാൻ. അതാണ് എൻ്റെ പോളിസി. അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തത് അപ്പുറത്തെ അടുപ്പിലേക്കൊന്ന് ഉരുകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ അടുക്കള ജോലികളൊക്കെ എളുപ്പം തന്നെ കഴിയുന്നതായിരിക്കട്ടെ. അല്ലാതെ ഇങ്ങനെ നോക്കി ഇന്ന് വറുത്ത് എടുക്കാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കും? അങ്ങനെ ആ വന്ന വഴിക്ക് തന്നെ ഞാനിതൊന്ന് ഇളക്കാനും മറന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്തേ ഇനി നമുക്ക് കുറച്ച് പുളിയും കൂടി വെള്ളത്തിലിടാം, അതൊന്ന് കുതിർന്ന് കിട്ടണമല്ലോ. അപ്പം ഞാനും കുറച്ച് പുളി എടുത്തിട്ട് അതും കൂടി വെള്ളത്തിലിട്ട് കൊടുത്ത്. അപ്പം നമ്മളുടെ ഈ ഒരു സാധനത്തിന്, അതായത് പുളി ഇഞ്ചിക്ക് പുളിയും ഇഞ്ചിയാണ് കേട്ടോ കൂടുതലായിട്ട് വേണ്ടത്. അങ്ങനെ പുളി വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട്, ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തില്ലെങ്കിലേ അടി കയറി പിടിക്കും. നമ്മുടെ ഇഞ്ചി ഈ ഒരു പരുവമായിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ കിലുകിലുകിലെന്ന് കേൾക്കാണ്ട് മതിയെന്നാണ് എനിക്ക് തോന്നണം. അപ്പം ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അല്ലേ. അങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും, ചില ആൾക്കാർ മാത്രം മഞ്ഞൾപ്പൊടി ഇടുള്ളൂ, ചിലവർ ഇടൂല. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ സാധനം കായപ്പൊടിയാണ് കേട്ടോ. ചില സ്ഥലത്തും കായപ്പൊടിയും ഇടൂല കേട്ടോ, അപ്പം ഞാനൊക്കെ ഇടും കേട്ടോ. അപ്പം എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ സാധനം പുളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുറുക്കോലത്തെ വെള്ളം കേട്ടോ. നമ്മളുടെ ഇവിടെ ഒരു കൊടുങ്ങല്ലൂരുള്ള ആളാണ് പുളി കൊണ്ടുവന്നത്. കടയിൽ നിന്നൊക്കെ പുളി മേടിക്കുമ്പോഴേ ഈ കല്ലും മണ്ണും ചവറും ചപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് പുളി മേടിക്കാറില്ല. അപ്പോൾ അയാക്കടയിൽ നിന്ന് തന്നെയാണ് കുടംപുളി മേടിക്കണം. നല്ല പുളിയാണ് കേട്ടോ അയാക്കടത്. ഇനി നമുക്ക് ആ ഒരു ശർക്കര ഉരുക്കി വെച്ചല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ എല്ലാവരും ശർക്കരയുടെ ആ ഉരുള തന്നെ ഈ ഒരു കറിയിലേക്ക് ഇടാനുള്ളതാണ് പതിവ്. പക്ഷെ ഞാൻ ഉരുക്കിയത് എന്താണെന്ന് വെച്ചാൽ ശർക്കരയിൽ വല്ല കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉരുക്കിയത്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വറ്റി എന്നാലും നമ്മുടെ പുളിഞ്ചി റെഡി ആകുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി താമസം ഉണ്ട് കേട്ടോ ഇത്. അങ്ങനെ ഞാനിതൊന്ന് തിളക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ പുളിയിഞ്ചി വറ്റി കുറുകി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇത് കുറേ ഉണ്ടായിരുന്നതാണ്, വറ്റി വന്നപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ. നമുക്കിത് 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ
ചമ്മന്തി സൈഡായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം ചമ്മന്തിക്ക് പകരമാണ് ഈ ഒരു പുളിയിഞ്ചി കൊടുക്കണത്. നമ്മളിപ്പോൾ ഒരു ഭരണിയിലാണ് ഇട്ട് കൊടുക്കണത്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ ഭരണിയിൽ ഇത് ഇട്ട് എടുത്ത് കഴിഞ്ഞാലേ മൂട്ടിക്ക് കിടക്കുള്ളൂ. അപ്പം നിങ്ങളെ കാണിക്കാനും പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, ചെറിയ കുപ്പിയിലേക്ക് ഒഴിച്ചൊക്കെ നിങ്ങളെ കാണിക്കണേ ഇത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പുളിയിഞ്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.